നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു അവസ്ഥയിൽപ്പെട്ടിട്ടുണ്ടോ? അതായത്, ഭയങ്കര കഴിവുള്ള ഒരാളെ നമ്മൾ ജോലിക്കെടുക്കുന്നു. പക്ഷേ കുറച്ചു മാസങ്ങൾ കഴിയുമ്പോഴേക്കും മനസ്സിലാവും, അയ്യോ, ഇയാൾ നമ്മുടെ ടീമിന് അത്ര ചേരുന്നില്ലല്ലോ എന്ന്. ഇതിനൊരു പരിഹാരമുണ്ട്. വെറും കഴിവുകൾക്കപ്പുറം നിങ്ങളുടെ കമ്പനിയുടെ ആത്മാവുമായി ചേർന്നു പോകുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ്. അതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഈയൊരു ചോദ്യം ഒരുപാട് ലീഡർമാരെയും HR പ്രൊഫഷണലുകളെയും അലട്ടുന്ന ഒന്നാണ്, അല്ലേ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഏറ്റവും മികച്ച കഴിവുള്ളവരെ കണ്ടുപിടിക്കുന്നു. പക്ഷേ അവർ കമ്പനിയുടെ ഒരു സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സമയവും പണവും എല്ലാം നഷ്ടം. ഈയൊരു തലവേദന ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആളെ എടുക്കുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. അതിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനിത് ചെയ്യുന്നു എന്നാണ്. കാരണം മൂല്യങ്ങളെ നിയമനവുമായി ബന്ധിപ്പിക്കുന്നത് വെറുമൊരു പുതിയ ട്രെൻഡൊന്നുമല്ല, മറിച്ച് ഒരുപാട് കാലം നിലനിൽക്കുന്ന നല്ല ശക്തമായൊരു ടീമിനെ കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള വഴിയാണിത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമുക്കൊരു ഫിൽട്ടർ പോലെ കാണാം. അതായത്, വെറും കഴിവുകൾ മാത്രം നോക്കാതെ നിങ്ങളുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങളോടും സംസ്കാരത്തോടും ചേർന്നു പോകുന്ന ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ബോധപൂർവമായ പ്രക്രിയ. ഇതിലൂടെ എന്താ ഗുണം? ഓരോ പുതിയ നിയമനവും കമ്പനിയെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വഴി തെറ്റിക്കുകയല്ല. ശരി, അപ്പോൾ ലക്ഷ്യം നമുക്ക് വ്യക്തമായി. ഇനി നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ അടിത്തറയിടാം. അതെന്താണ്? നിങ്ങളുടെ കമ്പനിയുടെ യഥാർത്ഥ സ്വഭാവം നിർവചിക്കുന്ന ആ അടിസ്ഥാന മൂല്യങ്ങൾ തന്നെ. അവ എങ്ങനെ കണ്ടെത്താമെന്നും എങ്ങനെ പ്രായോഗികമാക്കാമെന്നും നമുക്ക് നോക്കാം. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മൂല്യങ്ങളെന്ന് പറയുന്നത് ഭിത്തിയിൽ എഴുതി വയ്ക്കാനുള്ള ഭംഗിയുള്ള വാക്കുകൾ മാത്രമല്ല. അവ നിങ്ങളുടെ ടീമിന്റെ ആർക്കിടെക്ചറൽ പ്ലാനുകളാണ്, ഒരു ബ്ലൂ പ്രിന്റാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നല്ലൊരു ബ്ലൂ പ്രിന്റ് ഇല്ലാതെ ഒരു വലിയ കെട്ടിടം പണിതാൽ എന്തു സംഭവിക്കും? അതുതന്നെയാണ് മൂല്യങ്ങളില്ലാത്തൊരു ടീമിനും സംഭവിക്കുക. എപ്പോൾ വേണമെങ്കിലും വീണുപോകാം. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ. നമ്മൾ സത്യസന്ധത എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ. അത് ഒരാളുടെ പ്രവൃത്തിയിൽ എങ്ങനെയാണ് കാണാൻ കഴിയുക? ഉദാഹരണത്തിന്, ഒരു തെറ്റ് പറ്റിയാൽ അത് തുറന്ന് സമ്മതിക്കുന്നത് സത്യസന്ധതയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുന്നത് മറ്റൊരു ഉദാഹരണമാണ്. ഇങ്ങനെ ഓരോ മൂല്യത്തെയും നമുക്ക് അളക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന പെരുമാറ്റങ്ങളാക്കി മാറ്റാൻ ഈ ഒരു ചട്ടക്കൂട് നമ്മളെ സഹായിക്കും. ഇതാ ചില സാധാരണയായി കാണുന്ന മൂല്യങ്ങൾ. സത്യസന്ധത ഒരു ടീമിൽ വിശ്വാസമുണ്ടാക്കുന്നു. നൂതന ആശയം അല്ലെങ്കിൽ ഇന്നൊവേഷൻ കമ്പനിയെ വളർത്തുന്നു. ഉത്തരവാദിത്വം അഥവാ അക്കൗണ്ടബിലിറ്റി ഓരോരുത്തരെയും ശക്തരാക്കുന്നു. ഇതിൽ നിങ്ങളുടെ കമ്പനിക്ക് ഏറ്റവും പ്രധാനമേതാണെന്ന് കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ പടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റ് ഏകദേശം റെഡിയായി. ഇനി ഇതുപയോഗിച്ച് പണി തുടങ്ങണ്ടേ? കടലാസിലുള്ള ഈ മൂല്യങ്ങളെ ഇന്റർവ്യൂ റൂം മുതൽ നിയമനം വരെ എങ്ങനെ പ്രായോഗികമാക്കാം? അതാണ് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഘട്ടം. ഈയൊരു പ്രക്രിയയെ നമുക്ക് വളരെ സിമ്പിളായി 3 സ്റ്റെപ്പുകളായി തിരിക്കാം. 1. ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ മൂല്യങ്ങൾ കൊണ്ടുവരിക. 2. ഇന്റർവ്യൂകളിൽ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. 3. ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ തന്നെ ഉറപ്പിക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ വ്യത്യാസം ഒന്ന് നോക്കിയേ. സാധാരണ നമ്മൾ ടീം പ്ലെയർ എന്നൊക്കെ എഴുതും. അതിനു പകരം ഒറ്റയ്ക്കല്ല, ഒരു ടീമായി വിജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്ന് പറയുമ്പോൾ ആ ഒരു മനോഭാവമുള്ള ആളുകൾക്ക് അത് കൂടുതൽ ആകർഷകമായി തോന്നും. അപ്പോൾ ഇത് വെറുമൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലാതായി മാറുന്നു. പകരം നിങ്ങളുടെ ടീമിലേക്ക് ശരിയായ ആളുകളെ ക്ഷണിക്കുന്ന ഒരു സന്ദേശമായി അത് മാറുകയാണ്. ഇതാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരാളുടെ മൂല്യങ്ങൾ നമ്മൾ എങ്ങനെ അളക്കും? അതിന് നമ്മൾ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ സത്യസന്ധത പരീക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ മുമ്പ് എങ്ങനെ പെരുമാറി എന്നതിൽ നിന്ന് അവരുടെ മൂല്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. നിയമനമെന്ന് പറയുന്നത് ഒരു ഫണൽ പോലെയാണ്. നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നവരെ തുടക്കത്തിൽ തന്നെ അരിച്ചുമാറ്റണം. ഏതൊക്കെ പെരുമാറ്റങ്ങളാണ് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നത് പിന്നീട് വരാൻ സാധ്യതയുള്ള വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കും. ഇതിനെയാണ് നമ്മൾ ഡീൽ ബ്രേക്കറുകൾ എന്ന് പറയുന്നത്. ഒരാളെ നിയമിക്കുന്നതുകൊണ്ട് നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് കരുതരുത്. സത്യം പറഞ്ഞാൽ യഥാർത്ഥ പണി തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളീ പറയുന്ന മൂല്യങ്ങൾ എല്ലാ ദിവസവും കമ്പനിയിൽ ജീവസുറ്റതായി നിലനിർത്തണം. അതിനുള്ള ചില വഴികളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മളൊരു ചെടി നട്ടാൽ മാത്രം പോരല്ലോ, അതിന് ദിവസവും വെള്ളവും വളവും കൊടുത്തു പരിപാലിക്കണം. അതുപോലെ തന്നെയാണ് മൂല്യങ്ങളുടെ കാര്യവും. പുതിയ ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കുമ്പോഴും നല്ല പ്രവൃത്തികളെ അംഗീകരിക്കുമ്പോഴും ലീഡേഴ്സ് സ്വയം ഒരു മാതൃകയാകുമ്പോഴുമൊക്കെ നമ്മൾ ആ മൂല്യങ്ങളെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനിയൊരു അവസാനത്തെ പരിശോധന, ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മളീ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിക്കും ഫലം കാണുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്താനുള്ളൊരു നിമിഷം. ഈയൊരു ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ നിയമന പ്രക്രിയ അത് ശരിക്കും നിങ്ങളുടെ കമ്പനിയുടെ ആത്മാവിനെയാണോ പ്രതിഫലിപ്പിക്കുന്നത്, അതോ വെറും കടലാസിലെ കുറച്ച് നിയമങ്ങൾ മാത്രമാണോ? ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ടീമിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നന്ദി.